ഇവിടെ ഒളിച്ചിരിക്കാനല്ലോ, പബ്ലിക്കായിട്ടല്ലേ വന്നത്. എന്തുവാ റിപ്ലൈ തന്നേക്കുന്നത്? ഒളിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് ഫേക്ക് ഐഡിക്കകത്ത് വിട്ടാ പോരെ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇനിമേല്, അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വിത്ത് യു ഓൾവേസ്. എല്ലാവർക്കും നമസ്കാരം. തോന്നടേ ഇവൻ ആരുടെ മറ്റേ ദേവലോകത്തൊന്നുമല്ല പൊട്ടി വീഴുന്ന ടീമുമല്ലോ. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നമ്മൾ ആരും ടിനിയേട്ടനെ പറ്റി മിണ്ടാൻ പാടില്ല. ടിനിയേട്ടനെ പറ്റി മിണ്ടി അപ്പം ടിനിയേട്ടൻ രംഗത്ത് വരും. അടിയിൽ കൂടി നേരിട്ട് വരില്ല, അടിയിൽ കൂടി വിളിക്കട്ടെ, എന്നെ ഫോൺ എടുക്കട്ടെ, വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒന്നുകൂടി വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ മറ്റേ മലബാർ ഗോൾഡിൻ്റെ അവരുടെ ഒരു ഫംഗ്ഷന് ബിഗ് ബോസ് താരങ്ങളടക്കം വിളിച്ചും കൊണ്ട് ഒരു പരിപാടിയൊക്കെ നിർത്തിയപ്പോൾ അന്ന് ആദില നൂറയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നു. എന്നിട്ട് അവസാനം മലബാർ ഗോൾഡ് ഇക്ക പറഞ്ഞ് എൻ്റെ അറിവോടെ നല്ല വന്നത് കേട്ടോ, എൻ്റെ മാനേജറെല്ലാം വിളിച്ചു വരുത്തിയതായിരിക്കും എന്ന് പറഞ്ഞ് അപമാനിച്ചെന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിളിച്ചു വരുത്തി അപമാനിച്ച് നമ്മൾ അന്ന് ആ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നാൽ അന്ന് ആ വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയിൽ നമ്മളെ മലബാർ ഗോൾഡ് ഇക്ക മറ്റേ പോസ്റ്റൊക്കെ ഇട്ട സമയത്ത് നമ്മുടെ ടിനിയേട്ടൻ അവിടെ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻ്റ് ഒന്ന് കൊടുക്കാം. വിത്ത് യു ഓൾവേസ് ഇക്ക. നിനക്ക് പറ്റൂലല്ലോടാ മുസ്ലിംസിന് സാധാരണ ഏത് ജിഹാദി എന്നൊക്കെ അല്ലേ അഞ്ചിബയെ വിളിച്ചത്. പിന്നെ ഇക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. മമ്മുക്ക, മലബാർക്ക, അതായത് കാശുള്ളവൻ്റെ മൂട് താങ്ങി നിൽക്കും എന്നുള്ള സാധനമാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് താഴെ പ്രിൻസ് റേഷണൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്ത്, താൻ ആദ്യം ഇതിനെക്കുറിച്ച് സ്വന്തം നിലപാട് പറയടോ. മുന്തിയന്മാരുടെ ചെരുപ്പ് നക്കാൻ പോകാതെ മിമിക്രിക്കാരുടെ ബോഡി ഷേമിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത് പെണ്ണിനോട് കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞവനല്ലേ നീ എന്ന് പറഞ്ഞും കൊണ്ട് നമ്മുടെ പ്രിൻസ് ഏട്ടൻ നോക്കി എന്നങ്ങൊരു റിപ്ലൈ കമൻറ്റ് കൊടുത്തായിരുന്നു. ടിനിയേട്ടനെ പിടിച്ചില്ല. ടിനിയേട്ടൻ വീണ്ടും റിപ്ലൈ കൊടുത്ത്, എടാ പ്രിൻസ് റേഷനല്ലേ, ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ യുവർ വേർഡ്സ് സേ യുവർ സ്റ്റാൻഡേർഡ്. ഇംഗ്ലീഷ് അണ്ണ ഇംഗ്ലീഷാണ്, അണ്ണ CBSE ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെല്ലാം ആവട്ടെ. അപ്പോൾ അണ്ണൻ നമ്മളെ പ്രിൻസ് അണ്ണ റിപ്ലൈ കൊടുത്തു, അതിന് നിങ്ങൾ ആര്? സ്റ്റാൻഡേർഡ് കുറഞ്ഞവരോട് സ്റ്റാൻഡേർഡായി സംസാരിച്ചതാണ് ശീലം. നിങ്ങൾ ക്ഷമിക്കുക. ഐ റിപ്പീറ്റ്, ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയുന്നൊക്കെ പറഞ്ഞ് അങ്ങേര് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഇവന് ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുകയാണ്. അവന് അഭിപ്രായമൊന്നുമില്ല. അവൻ മറ്റേ കാജുള്ളവന്മാരുടെ മൂട് താങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ സത്യമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് ആണ്. വിത്ത് യു ഇക്കോ ഓൾവേസ് ഇക്കോ. ഇക്കയുടെ കൂടെ. അതെന്താടാ ഇക്കയുടെ കൂടെ? പോട്ടെ, എന്തെല്ലാം ആവട്ടെ. ഇത്രയും വലിയ സെലിബ്രിറ്റി അല്ലേ, എലിവരട്ടി കോപ്പ്. എന്നിട്ട് ടിനിയേട്ടൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കൊടുക്കാം. സെലിബ്രേറ്റിംഗ് 20 years ഓഫ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് മൈ ഓൺ ബ്രദർ ഫൈസൽ ഇക്ക. ഹൗസ് വാമിംഗ് ഫൈസൽ ഇക്ക മലബാർ ദ റിയൽ ഹ്യൂമൻ ബീങ്. ഓ, എൻ്റെ റിയൽ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ടായിട്ടുള്ള ഈ ഫൈസൽ മലബാറേ വല്ല പെട്ടിക്കടയോ ചായക്കടയോ നടത്തുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ പറഞ്ഞ് ഇടുവോ ടിനിയേട്ടോ. അതുകൊണ്ടാണ് അങ്ങേര് പറഞ്ഞത്, പ്രിൻസ് ഏട്ടൻ പറഞ്ഞത്, വലിയമ്മയുടെ മൂട് താങ്ങിയേ ടിനിയേട്ട് നിൽക്കത്തുള്ളൂ എന്ന്. കൊള്ളാം. കൊച്ചു കള്ളൻ. അന്ന് ഈ ഫംഗ്ഷനാണ് ആദിലെ നൂറേയും വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടത്. വിളിച്ചു വരുത്തിയിട്ട് അവസാനം ഞാൻ വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് അത് തൊട്ടി വർത്തമാനാണ് ഈ മലബാറിക്ക പറഞ്ഞത്. എന്തെല്ലാം അതൊക്കെ കഴിഞ്ഞു പോയി, പഴയ കാര്യങ്ങൾ. ഇനി ടിനിയേട്ടെ നമ്മുടെ പ്രിൻസ് റേഷണലിന് പേഴ്സണലി മെസ്സേജ് അയച്ച്, പ്ലീസ് ഗീവ് യുവർ ഫോൺ നമ്പർ പ്ലീസ്. ഓയോ, എന്തിനാ ബുദ്ധിമുട്ടുന്നത്? നിങ്ങളുടെ നമ്പർ താ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മൂഞ്ചി അമ്മച്ചിയുടെ മാവെങ്കിലും മാസ് കാണിക്കാൻ വന്നത്, അവിടെയും മൂഞ്ചി. പേടിക്കണ്ട ഡിയർ, ജസ്റ്റ് ഫോർ എ ഫ്രണ്ട്ഷിപ്പ്. ഓയ്യാ, പേടിക്കണ്ട ഡാ കുട്ട, ജസ്റ്റ് ഫോർ എ ഫ്രണ്ട്ഷിപ്പ്. എൻ്റെ നമ്പർ ഈസ് വിത്ത് എവരി വൺ. എൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കേടോ, ആണോ? എല്ലാവരുടെ കയ്യിലുണ്ടോ? എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി. നിൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന്. കുട്ടൻ, കൊച്ചു കുട്ടൻ. പേടിക്കണ്ട, താൻ ആരുവ പോട്ട്. ടിനിയേട്ടൻ്റെ ഓരോരോ കോമഡികളെ ഇതിലോട്ട് വരാം. എന്തായാലും കൊള്ളാം. എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ പേടിക്കണ്ട ഡിയർ. അതിലൊരു വശപ്പശ കൊണ്ടല്ല. പേടിക്കണ്ട ഡിയർ, ജസ്റ്റ് ഫോർ എ ഫ്രണ്ട്ഷിപ്പ്. ഓയാ, എൻ്റെ നമ്പർ ഈസ് വിത്ത് എവരി വൺ. എൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ട്. അത്രയ്ക്ക് നിൻ്റെ നമ്പർ എങ്ങനെ ഇടക്കുട്ട പോകുന്ന പുറത്തൊക്കെ? എന്തിനാണ് എല്ലാവർക്കും നിൻ്റെ നമ്പർ കൊടുക്കുന്ന ഇടക്കുട്ട? കൊള്ളാടക്കുട്ട. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിൻസ് അണ്ണൻ്റെ അക്കൗണ്ടിന് ഇന്ത്യയിൽ ബാൻ ചെയ്ത് കളഞ്ഞു. അത്രയ്ക്ക് പവറുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ടിനിയേട്ടൻ. പക്ഷെ എങ്ങനെ ഇതൊക്കെ പറ്റുന്നു? ബിക്കോസ് ഓഫ് ലീഗൽ റിക്വസ്റ്റ് ഫ്രം കേരള ലോ എൻഫോഴ്സ്മെന്റ് വി ഹാവ് ടു റെസ്ട്രിക്ട് ആക്സസ് ടു യുവർ പോസ്റ്റ്. അതായത് ഇന്ത്യയിൽ ബാൻ ചെയ്തതും സൈബർ വഴി കണക്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതാണ് ഇവനൊക്കെ നല്ല ഹോൾഡ് ഉണ്ട്. അതാണ് 5 പേരൊക്കെ പെട്ടതും
അൻസിബയൊക്കെ ഇങ്ങനെയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ ഇവിടെ ഒരുത്തൻ്റെയും വിളച്ചിൽ നടക്കത്തില്ല. ഇവിടെ നമ്മളെ പോലെയുള്ളവന്മാർ കണ്ണാടി വെച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിടുവോ, വലിച്ചീരി ഒട്ടിക്കത്തില്ലേ. എന്തായാലും പ്രിൻസ് അണ്ണൻ്റെ അക്കൗണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തുകൊണ്ട് ടിനിയേട്ടൻ കണ്ടല്ലേ. ദ യൂസർ ഈസ് അൺഅവൈലബിൾ ഇൻ ഇന്ത്യ CY. ആ വൈ ആണ് ഈ വൈ, കണ്ടല്ലോ. ഓക്കെ. ഇനി നമ്മുടെ പ്രിൻസ് അണ്ണൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും കൂടി ഞാൻ കൊടുക്കാം. എന്ത് നല്ല ചേട്ടനായിരുന്നു. ഇങ്ങനെ അടുത്താണ് ഊക്കാൻ അങ്ങോട്ട് പോയി ഊക്ക് ഇങ്ങോട്ട് മേടിച്ചിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രിൻസ് ചേട്ടൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് കേട്ടു നോക്കാം. മൊത്തം കോമഡിയാണ്. നമ്മുടെ ആദില നൂറ മലബാർ ഗോൾഡ് വിഷയത്തിൽ ഇപ്പൊ പൈസയൊക്കെ മലബാർ വന്ന ഒരു മെഴുകിയ തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊട്ടും തൊടാതെ ആൾക്കാരുടെ പൊങ്കാലയെല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ പൊളി ഒരു മാപ്പ് പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോസ്തലൻ ടിനി ടോം എല്ലാ വള്ളിക്കെട്ടും ചാടിപ്പിടിക്കുന്ന ടീമാണ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, വിത്ത് യു ഓൾവേസ് ഇക്ക. വിത്ത് യു ഓൾവേസ് ഇക്ക. എന്നിട്ട് ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഇതാണ് മനുഷ്യത്വം. അപ്പൊ ടിനി ടോമിന് ഞാനൊരു മറുപടി കൊടുത്തത്, നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നട്ടാൻ നോക്കാതെ മിമിക്രിക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീമല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞായിട്ട് കമന്റ് ഇട്ടു. അണ്ണൻ അത് പിടിച്ചില്ല. അണ്ണൻ പറഞ്ഞു, ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ. അതായത് പുള്ളിയുടെ നേരിട്ട് സംസാരിക്കാൻ പറയും. ഇത് പുള്ളിയുടെ സ്ഥിരം നമ്പരാ. പുള്ളി ആര് വിമർശിച്ച് കമന്റ് ഇട്ടാലും അപ്പൊ തന്നെ അവർ ഇൻബോക്സിൽ ചെല്ലുക, നിന്റെ നമ്പർ താടാ, ഞാൻ വിളിക്കട്ടെ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ ഇൻബോക്സിൽ വന്ന് പുള്ളി നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചപ്പോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ ഫേസ്ബുക്കിൽ പുള്ളി കോൾ ചെയ്തു. എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തോ പറയേണ്ടത്? നിങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആലപ്പുഴ. എന്തിനാ ആരും പറഞ്ഞു പറയാം, നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ പറയാം. നമ്മൾ അങ്ങനെ സെലിബ്രിറ്റീസുകളെ കാണാൻ വേണ്ടി പുറകെ നടക്കുന്ന ആൾക്കാരല്ല. പറഞ്ഞു നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്. വലിയ 7K ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ. അത് നേരിട്ട് പരിചയപ്പെടാൻ നമ്മളല്ലല്ലോ, നമ്മളത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളെന്റെ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരറിയോടാ, 10 പേര് അറിയോ 50 പേര് അറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര്. ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് അല്ലേ, കാണാൻ പരിചയപ്പെടാൻ. ഓ അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഈ സെലിബ്രിറ്റീസുകളുടെ പുറകെ നടക്കാറില്ല. മോൻ പറ, മോൻ വിളിച്ച കാര്യം പറ. അല്ല, അവിടെ എനിക്ക് ആലപ്പുഴയ്ക്ക് എന്റെ അപ്പൊ പുള്ളിയോട്ട് പറഞ്ഞ എവിടെയെന്നൊന്നും നമുക്ക് കാണാം, നേരിട്ട് പരിചയപ്പെടാനാണ്. എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ല മിസ്റ്റർ. അല്ലെന്നേ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കമ്പനി ചെയ്യുന്നേ? ഇവിടെ ഒളിച്ചിരിക്കുമല്ലോ, പബ്ലിക്കായിട്ടല്ലേ വന്നത് എന്തോ റിപ്ലൈ തന്നേക്കുന്നത്. ഒളിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് ഫേക്ക് ഐഡിക്കകത്ത് ഇട്ടാ പോരെ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ സിനിമയില്. അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് ചെയ്യേ. ഒന്നും ചെയ്യാനില്ല സാറേ, നേരിട്ട് കണ്ടെന്ന് കൈ തരാൻ വേണ്ടി. നിങ്ങൾ എല്ലാവരും കണ്ട് പഠിക്കുമല്ലേ, നിങ്ങൾ കോപ്പി അടിക്കാൻ മിടുക്കനല്ലേ, അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും അനുകരിക്കുന്നത്. നല്ല ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, ചെരുപ്പൊക്കെ നക്കി നടക്കുന്നവരാണ്. ഞാൻ മര്യാദയ്ക്ക് നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചു, ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് പണി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതിന്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറ്റയ്ക്ക് പറഞ്ഞല്ലോ. അല്ല, അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് എന്തുവാ കഴിഞ്ഞോണ കഴിഞ്ഞോണ ഒരു 7 ലൈക്കുള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാ മിസ്റ്റർ. കേട്ടാ, ഞാൻ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാ. അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരില്ലേ, അപ്പൊ പരിചയപ്പെടാൻ വേണ്ടിയാ. ഓ, നിങ്ങളിപ്പോ വിളിച്ചതിന്റെ കാര്യം പറ. ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നത്? നാട്ടുകാർ തെറി പറയാനുള്ള സാധനം ഇട്ട് വന്ന ആൾക്കാർ തെറി പറയും. നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും? കാര്യം പറയാം. നിങ്ങളെന്താ നിങ്ങൾക്ക് വല്ല പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും. നിങ്ങളോട് ഞാൻ അല്ല നിങ്ങളെ ഓക്കെ അല്ല സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആദില നൂറ വിഷയത്തിൽ നിങ്ങൾ അയ്യോ, നിങ്ങൾ വലിയ വലിയ ആൾക്കാരെ, നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ചോദിക്കുക. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ തന്നെ ഞാൻ പറയാം. ആദ്യം പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ജീവിക്കും, മറ്റുള്ളവരെ കുറ്റം പറയാം, അപ്പൊ താൻ നന്നാവും. അപ്പൊ തനിക്ക് ഗുണങ്ങൾ വരും. ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ. ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങിയിട്ടുള്ള ഗുണം വേണ്ട. അടുത്ത തലമുറക്ക് വരെ ശാപം കിട്ടും.
ഷാബു സോറി, ഷാബു എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അടുത്ത പറ, അടുത്ത പറ, അടുത്ത പറ. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളോട് ഞാൻ മര്യാദ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ നിലപാടൊന്ന് പറ. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഇക്കൊപ്പം ചക്കൊപ്പം എന്ന് പറഞ്ഞത് ആരാ അവര്? പൊന്നെ ചക്കരക്കൂടാ. മോൻ പറയടാ, നീ പറയടാ മോനെ, നീ പറ. കേട്ടോണ്ടിരിക്കുവല്ലേ? മോനെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാ മതി, ഒരു ഉമ്മ തരാനാ. അയ്യോ വേണ്ട, നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല. അത്രയ്ക്ക് ഗതികേടില്ല, അത്രയ്ക്ക് ഗതികെട്ടിരിക്കുവല്ല, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ചെരുപ്പ് നോക്കിയുള്ള പാവങ്ങൾ പിച്ചക്കാരാണ്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് അല്ല, നിങ്ങളിപ്പോ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായില്ല ആരാ ആദില നൂറ. ആ വിഷയത്തിൽ നിങ്ങളുടെ എന്താന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള തന്റേടമില്ല. നിങ്ങൾക്ക് ഒരു നിലപാട് പറയാനുള്ള തന്റേടമില്ലെങ്കിൽ പിന്നെ ഗുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യമാണ്. എനിക്ക് എന്റേതായ നിലപാട്, എനിക്ക് എല്ലാവരെ കുറിച്ച് നിലപാട് പറയാൻ അയ്യോ എന്നെ കുറിച്ച് പറയണ്ട, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാം. നിങ്ങൾ വന്നിട്ട് എന്തും നടന്നാലും നിൽക്കൊപ്പം എന്ത് എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്റെ ഇഷ്ടമാണ്. എനിക്ക് നിലപാട്, ഞാൻ നിലപാട് പറയാൻ നടക്കുന്ന നിലപാടിന്റെ സംസ്ഥാന പ്രസിഡന്റല്ല. അയ്യോ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നിലപാടുണ്ടല്ലോ. ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ. യു ജസ്റ്റ് സ്പീക്ക് അബൌട്ട് ഹ്യൂമാനിറ്റി. അയ്യോ ഹ്യൂമാനിറ്റി പറയുന്ന ആളുടെ മുഖം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കി കാണാമായിരുന്നു. അയ്യോ കുടുംബത്തിൽ പറയുന്ന സ്ത്രീകൾ അല്ലല്ലോ അയ്യോ അല്ല മോനെ, ഈ ചാരിറ്റിയുടെ കാർഡ് ഇറക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നിങ്ങൾ ആരാ സത്യത്തിൽ? അത് ഞങ്ങൾക്ക് പ്രദർശിപ്പിച്ചു. ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത പറ, ഇനി വരെ വല്ലോണ്ടാ? അടുത്ത വല്ല പുതിയ ചാപ്പ വല്ലോ? ഇല്ല മോനെ, മോൻ നന്മപരമല്ലേ മോൻ? ഇനിയിട്ടോ മോൻ എപ്പോഴും നന്മപരമല്ലേ? സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള്. അയ്യോ നീ ഞാൻ ചെയ്യുന്നത് എന്താന്ന് അറിയോ? അയ്യോ മോൻ ചെയ്തതിന്റെ ഒക്കെ റെക്കോർഡ് ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. പെണ്ണുങ്ങളോട് പറയാ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീയൊക്കെ കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് ശരിയാ. ഭയങ്കര സംസ്കാരമുള്ളവരാണ് അല്ലേ? പിന്നെ തൊട്ട് മുമ്പേ പിന്നെ ഒരു 7 കമന്റ് ലൈക്കുള്ള ഒരുത്തനെ വിളിച്ചിട്ട് നീ നശിച്ചു കാണുമ്പോ ഞാൻ നിന്നെ വന്ന് കണ്ടോളാടാ എന്ന് പറയുന്നതും തങ്ങളുടെ സംസ്കാര ശൂന്യതയായിരിക്കും അല്ലേ? ഞാൻ വന്ന് കാണും. ഞാൻ ഓരോ വർഷവും എന്റെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വന്ന് കാണും. മോൻ വളർന്ന് ഇവിടം വരെ വളരും വന്നിട്ട് ഈ 5 ഏതാ എല്ലാ നടന്മാരുടെയും ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്നതിന്റെ കാര്യമാണോ ഈ പറയുന്നത്? നീ എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ, എന്റെ ആരാധകനാണല്ലോ. അയ്യോ അത്രയ്ക്ക് ഗതികേടില്ല മോനെ. അപ്പൊ നമുക്ക് കാണാൻ ആലപ്പുഴയിൽ വരൂലേ? വിളിച്ചാ വരൂലേ? എവിടെ? നമുക്ക് ചായ കുടിക്കാൻ ഒരുമിച്ചിരുന്നു. അയ്യോ ഒരു ചായ കുടിക്കാനുള്ള കാശൊക്കെ എന്റെ ഉണ്ട് മോനെ. ഈ മറ്റേ ഓശാരം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല, അതറിയത്തില്ലേ? അത് നിങ്ങൾ വല്ല അതെ ഈ ആൾക്കാരെ ഈ കാശുള്ളവരെ സൂചിപ്പിച്ച് നിൽക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആ പരിപാടി എന്ത് ചെയ്യാനാ? ഇത്ര ദാരിദ്ര്യം പിടിച്ച ആകെ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചെയ്തിട്ട് ഞാൻ ഇല്ലാണ്ടായി പോയി. സത്യം. അയ്യോ അതുകൊണ്ട് പാവത്തിന് കാശില്ല. അയ്യോ സ്വന്തം ഇതാണ് നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ, വേറെ ആരും ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് വളർന്നു പോയത്. എവിടെ വരെ വളർന്നു പോയത്? നിങ്ങൾ ഈ വളർച്ച നിങ്ങൾക്ക് വിശ്വസിക്കുന്ന എന്താ? ഫോളോവേഴ്സിന്റെ എണ്ണമാണോ? അല്ല അല്ലെന്ന് മോനെ അയ്യോ സിനിമ എന്താ ഇത്ര വലിയ പൊണ്ണക്കാര്യമാണോ? സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ്, അതൊരു വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങളൊരു സിനിമാ നടനാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? എടാ നീ വലിയ ആളാണ് അറിയൂ, അതുകൊണ്ട് ആരാധന വിളിച്ചാണ്. എന്തായാലും ഓട്ടോഗ്രാഫ് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ എന്നാ ചേട്ടൻ തരാം കേട്ടോ മോനെ. എനിക്ക് കാണണം. കൃപാസനത്തിൽ വെച്ച് കാണാൻ മോനെ. കൃപാസനത്തിൽ വല്ല പത്രം മേടിച്ച് ചവച്ച് തിന്നാൻ വരുമ്പോ അങ്ങനെ കണ്ടാ പോരെ? അല്ലാണ്ട് ഞാൻ വന്ന് കണ്ടോളാം. അല്ലെങ്കിൽ അവിടെ പോയി ഉടമ്പടി എടുക്കണ്ട്. എന്നെ എത്രയും പെട്ടെന്ന് കണ്ടു വിട്ടെന്ന് പറഞ്ഞ് മോൻ പോയി ഉടമ്പടി എടുക്കും. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എടുക്കും. അതായിരിക്കും നല്ലത്. മോന് പറഞ്ഞിട്ടുള്ള പരിപാടി അതാ. ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് ഞാൻ എന്താണ് തകർന്ന് തരിപ്പണമായി പോയാ? എന്ത്
ഞാൻ തകർന്ന് തരിപ്പണമായി പോയ. അയ്യോ, തൊലിക്കട്ടിയുള്ള ഒരു തകരുവോ? കൊള്ളാം. താങ്കൾ പറഞ്ഞ പിടിച്ച മുയലിന് 5 കൊമ്പാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് മനുഷ്യ തകരുന്നത്? 10 പൈസ ഉണ്ടാക്കാൻ നോക്കടാ. പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? എല്ലാവരും തെറി പറഞ്ഞു. എടാ പിന്നെ നീ എന്റെ വീട്ടിൽ പിന്നെ നീയാണോ ചെലവിന് കൊടുക്കുന്നേ? അയ്യോ അയ്യോ. പിന്നെയും വെച്ചിട്ട് പോയി ഇങ്ങനെ ഒരു പാഷാണത്തെ കൃമി പിടിച്ചവൻ സമ്മതിക്കണം. അവസാനം പറഞ്ഞു വെച്ചത് ഞാൻ ഇക്കയോടൊപ്പമാണ്, എന്താണെങ്കിലും ഞാൻ ഇക്കയോടൊപ്പമാണെന്ന് പറഞ്ഞു. ഇവനൊക്കെയാണ് മനുഷ്യപ്പറ്റിന്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ പറഞ്ഞത്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തൊക്കെ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. പുള്ളിയുടെ സ്ഥിരം നമ്പർ പഴയത്. നീ ചാരിറ്റി ചെയ്യുന്നുണ്ടോ, നീ ആൾക്കാരെ സഹായിക്കുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ. പുള്ളി സെലിബ്രിറ്റിയാണ് പോലും, പുള്ളിയുടെ വളർച്ച മുകളിലോട്ടാണ് പോലും. പുള്ളി വിദേശത്ത് ഭയങ്കര ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് പോലും. പിന്നെന്താ, വിമർശനങ്ങൾക്ക് ഉണ്ടായിട്ട് ഞാൻ വളർന്ന് പൊക്കോണ്ടിരിക്കുവാന്ന്. എന്താണ് ഈ വളർച്ചയെന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഫോളോവേഴ്സ് തന്നത് പുള്ളിക്ക് 370K 317K അങ്ങനെ ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് തോന്നുന്നു പുള്ളി ഈ വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്നെ കളിയാക്കുന്നു, നിങ്ങൾ 7K ഫോളോവേഴ്സ് മാത്രമുള്ളവർ. ആര് നോക്കി നീ ഫോളോവേഴ്സിനെ? പുള്ളിയുടെ വിചാരം ഈ ആൾക്കാരുടെ ഫോളോഷിപ്പ് കാണുന്നതാണ് എന്തോ വലിയൊരു വളർച്ച എന്നാണ് പുള്ളിയുടെ വിചാരം. ഇത് പണ്ട് നമ്മുടെ ഗായത്രി ഹേമ സുരേഷിനെതിരെ പുള്ളി ഒന്ന് സംസാരിച്ചിരുന്നുണ്ട്. ഈ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ നീ വല്ല കുക്കറി ഷോ ചെയ്ത് ജീവിക്കണം. അപ്പൊ അത്യാവശ്യം നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. ഇത്ര പേര് കുക്കറി ഷോ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. മിമിക്രിക്കാര് ബോഡി ഷേമിംഗ് നടത്തുന്നതിനെ കുറിച്ച് വീഡിയോ ഇറക്കിയതിന്റെ പേരിൽ അന്ന് ഗായത്രി ഹേമ സുരേഷിനെതിരെ ഇതുപോലെ തന്നെ ടിനി ടോം വന്ന് ഒരു ഇന്റർവ്യൂ വരെ കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെയും ഒരു സംഭവം ഉണ്ടായി. ഏതോ ഒരു 7 ലൈക്ക് കിട്ടിയ ഒരു കമന്റ് ഇട്ട ചെറുക്കൻ, അവൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇവൻ എന്തോ ഒരു കോപ്രായം കാണിച്ചൊരു വീഡിയോ ഇട്ടു. അപ്പം താഴെ ചെന്നിട്ട് അവൻ കമന്റ് ചെയ്തോ, ഇത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കണമെന്നായിരിക്കും താങ്കൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവന്റെ ഇൻബോക്സിൽ മെസ്സേജ് പോയി, ഗീവ് യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് പറയുന്ന എന്തൊക്കെയാ, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്റെ പൊന്നു ബ്രോ, ഒരു കമന്റ് ബ്രോ, സോഷ്യൽ മീഡിയ അല്ലേ? ഓക്കെ എന്റെ ചേട്ടാ, എനിക്ക് ആരെ അറിയിക്കേണ്ട ആവശ്യമില്ല. കമന്റ് ഞാൻ ഇങ്ങിടും എന്ന് വെച്ചാൽ അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഉണ്ടെങ്കിൽ കുഴപ്പം. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടോ, നീ ഞാൻ കാണിക്കുമ്പോ നീ തൊലിക്കണ്ട. എന്തായിട്ട് ഓരോ പ്രശ്നമാണ്. അത് തന്റെ അങ്ങോട്ട് പോകാനൊന്നുമില്ല. നിനക്ക് അതാണ് നാണം കെട്ടവനാണ് നീ. താനം കെട്ടവൻ തന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, തന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അതെ, ഞാൻ ഒരു കാര്യം, ഞാൻ കമന്റ് ഇഞ്ഞിടും, ഞാൻ കമന്റ് ഇഞ്ഞിടും. ഇത് നീ ഒന്ന് നേരിട്ട് എന്റെ മുന്നിൽ വാ, എന്റെ കൈപ്പാങ്ങിനൊന്ന് വാ. കൈപ്പാങ്ങിന് വന്നാൽ എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകും. കുഴപ്പമില്ല. നീയൊന്നും നശിച്ചു കാണുന്ന സമയത്ത് ഞാൻ വന്ന് വേണമെന്നില്ല. എന്റെ പൊന്നു ബ്രോ, ഒരു കുരിശ് വരച്ചേക്ക്. ഇവന്മാരെ പോലുള്ളവന്മാരെ ഈ കപട മുതലക്കണ്ണീരൊഴുക്കുന്ന കപട ബുദ്ധിജീവികളോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളത്. അതിലെ നൂറെ ഓൾറെഡി അതിനുള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ടിനി ടോമിനോടും പറയാനുള്ളത്. ജാതി, മതം, ലിംഗഭേദം എന്നിവയുടെ കണ്ണിലൂടെയല്ല എല്ലാവരെയും മനുഷ്യരായി കാണുക. മനുഷ്യത്വവും ബഹുമാനവും എപ്പോഴും ഒന്നാമതായി ഉണ്ടാകണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അതല്ല മനുഷ്യത്വം. അത് മാത്രമല്ല മനുഷ്യത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്നതും മനുഷ്യത്വത്തിൽപ്പെട്ടത് തന്നെയാണ്. ഞാൻ ചോദിച്ചാൽ വീണ്ടും എടുത്ത് ചോദിച്ചു, നിങ്ങൾക്കത് തെറ്റാണെന്ന് പറഞ്ഞൂടെ? എന്ന് നിങ്ങൾ കൂട്ടുകാരനാണ്, 20 കൊല്ലം പരിചയമുള്ള ആളാണെന്ന് പറയുന്നത്, എന്നാൽ അയാളുടെ മുഖത്ത് നോക്കി പറയണം. അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയണം, നിങ്ങൾ കാണിച്ച തെറ്റാണ്, മോശമായി പോയി എന്ന് പറയണം. എന്നിട്ട് ഇരയാക്കപ്പെട്ടവരുടെ അടുത്ത് പറയണം, നിങ്ങളുടെ ഒപ്പമാണ്, നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയണം. ഇതുപോലെ നട്ടലിനുറപ്പില്ലാത്തവന്മാരൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ടിനിയേട്ടാ, കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങിക്കൂടിയൊക്കെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ മറ്റുള്ളവന്മാരുടെ നെഞ്ചത്തിരിച്ച് കയറുമ്പോൾ അമ്മയെ വലിച്ചേരി ചവരി വെട്ടി ചോദിച്ചിട്ടോ. അണ്ണനെ കുറച്ച് കുന്തളിപ്പ് കൂടുതലാണ്. അണ്ണന് വിമർശനങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല. അണ്ണൻ സെലിബ്രിറ്റി അല്ലേ. അണ്ണൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇനി ആരുടെയും വിമർശനങ്ങൾ താങ്ങാൻ പറ്റത്തില്ല. എന്നെ എല്ലാവരും നല്ലത് പറയണം. ഞാൻ മറ്റേ ശ്രീനാരായണ ഗുരുവാണ്, ബുദ്ധനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെറ്റപ്പാണ്. എനിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേതാണ്, ഞാൻ ലാലേട്ടനെയൊക്കെ മിമിക്രി ചെയ്ത് കാണിക്കും. എമ്പുരാന്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ഇതൊക്കെ ഉള്ളൂ. ഇതെന്തുവാ ഇത്? കൊച്ചു പിള്ളേർ വരെ കാണിച്ചു തരും. സ്വന്തം സൗണ്ടിൽ എല്ലാവരെയും അനുകരിക്കുന്ന അനങ്കരീത കലാകാരൻ. ഭയങ്കര കലയാണ്. ഓരോ ദിവസം അണ്ണനെ പറ്റിയിട്ടുള്ള ഓരോ വോയിസുകളാണല്ലോ പുറത്ത് വരുന്നത്. എൻ്റെ അമ്മച്ചി ഇത് എവിടെ പോയി ഇടിച്ചിരിക്കുക, അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവോ? പിന്നെ പോലീസിലൊക്കെ നല്ല പിടിപാടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഒരുത്തൻ്റെ അക്കൗണ്ട് തന്നെ ബാൻ ചെയ്ത് കളഞ്ഞത്. അത് പോലീസുകാരുടെ നല്ല പിടിപാടുണ്ടെങ്കിൽ ആ പരിപാടി നടക്കത്തുള്ളൂ. ഫേസ്ബുക്കിൽ ആ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും കൊള്ളാണ്. ഇനി എന്നാ നമ്മുടെയൊക്കെ അക്കൗണ്ട് അടിച്ചു കളയണം. ഒന്ന് കളഞ്ഞാൽ അടുത്തത് വരും, അത് കളഞ്ഞാൽ പിന്നെയും വരും. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ശരി, കൊള്ളാണ്. അണ്ണൻ്റെ കലാവിരുദ്ധകളൊക്കെ. എന്നാ ഒരു സകല കല വല്ലഭം തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം.